ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് 9 മണിവരെ 10.82% വോട്ടിംഗ് രേഖപ്പെടുത്തി. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിൽ ഉള്ളത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ഗൗതം ഗംഭീർ, എസ് ജയശങ്കർ, ആരിഫ് മുഹമ്മദ് ഖാൻ, അതിഷി തുടങ്ങിയവർ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് ഏജന്റുമാരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുവെന്നാരോപിച്ച് അനന്ത്നാഗിൽ PDP സ്ഥാനാർത്ഥി മെഹബൂബ മുഫ്തിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. സമാധാനപരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ലേ? എന്താണ് വിശദാംശങ്ങൾ? മൂത്തി, നിലവിൽ സമാധാനപരമായി തന്നെ ഉത്തരേന്ത്യയിൽ പൊതുവെ തിരഞ്ഞെടുപ്പ് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഉഷ്ണതരംഗം ഇതിനോടകം തന്നെ പലയിടത്തായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരല്പം മന്ദഗതിയിലേക്ക് പോയിരിക്കുന്നു. പ്രത്യേകിച്ചും ബൂത്തുകളിലൊന്നും വലിയ തിരക്ക് കാണാനില്ല. രാവിലെ 8:30-9 മണി വരെ ഡൽഹി ഉൾപ്പെടെ, ഡൽഹിയിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലും എല്ലാം വലിയ രീതിയിൽ തന്നെ ആളുകളുടെ ഒരു നീണ്ട നില ക്യൂ എല്ലാം തന്നെ ബൂത്തുകൾക്ക് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആളുകൾ എത്തുന്നത് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് പോളിംഗ് ശതമാനത്തെ ഒരുപക്ഷെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആശങ്ക നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിലുമുണ്ട്. നിലവിൽ പശ്ചിമ ബംഗാളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുറവായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒഡീഷയിലും. അതുകൂടാതെ ഡൽഹി, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ രീതിയിൽ പ്രതീക്ഷയുള്ള 2 പ്രദേശങ്ങളാണ് ഹരിയാനയും ഡൽഹിയും. അവിടെ പ്രത്യേകിച്ചും ന്യൂഡൽഹി മണ്ഡലത്തിലായിരുന്നു ഒരല്പസമയം മുൻപ് സോണിയാഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും വന്ന് വോട്ട് രേഖപ്പെടുത്തിയത്. അവിടെ ആം ആദ്മി പാർട്ടി